ഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിത വൃന്ദാവനഖണ്ഡത്തിലെ അധ്യായം 4 വത്സാസുരമോക്ഷമാണ്. കൃഷ്ണനും ബലരാമനും പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകണതും അവിടെ വെച്ചുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു അധ്യായത്തിൽ സമർപ്പിക്കുന്നത്. സനന്ദൻ വൃന്ദാവനത്തെ പറ്റി വിവരിച്ച് പറയണത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടു. ആ സനന്ദൻ്റെ വാക്കുകൾ കേട്ടിട്ട് മഹാമനസ്സിയായ നന്ദൻ ഗോപഗണങ്ങളോടൊപ്പം വളരെ പ്രസന്നനാവുകയും വൃന്ദാവനത്തിൽ പോകാൻ തയ്യാറാവുകയും ചെയ്തു. യശോദ, രോഹിണി എന്നിവരോടൊപ്പം എല്ലാ ഗോപാംഗനമാരെയും കൂട്ടി കുതിരകളെയും രഥങ്ങളെയും വീരപുരുഷന്മാരെയും വിപ്രസമുദായത്തെയും ചേർത്ത് 2 പുത്രന്മാരായ കൃഷ്ണനെയും ബലരാമനെയും കൂട്ടി സ്വയം തേരിലേറി വൃന്ദാവനത്തിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. അദ്ദേഹത്തോടൊപ്പം പശുക്കളുടെ വൃന്ദവും ഉണ്ടായിരുന്നു. കുട്ടികളും വൃദ്ധന്മാരും സേവകന്മാരും അനേകം വണ്ടികളിലായിട്ട് യാത്ര തിരിച്ചു. യാത്രാസമയത്ത് ശംഖ് വിളിക്കുകയും ധ്വനികൾ ഉണ്ടാക്കുകയും ചെയ്യുണ്ടായിരുന്നു. അനേകം ഗായകർ നന്ദരാജന് യശോഗാനം പാടി കൊടുത്തിരുന്നു. ഗോപവരനായ വൃഷഭാനു സ്വന്തം പത്നിയോടൊപ്പം ആനപ്പുറത്തിരുന്ന് പുത്രിയായ രാധയെ മടിയിലിരുത്തിക്കൊണ്ട് ഗായകരാൽ യശോഗാനം കേട്ടുകൊണ്ട് മൃദംഗം, താളം, വീണ, വേണു എന്നിവയുടെ മധുരധ്വനിയും കേട്ടുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ധാരാളം ഗോപന്മാരുടെയും പശുക്കളുടെയും കൂട്ടം ഉണ്ടായിരുന്നു. നന്ദന്മാരും ഉപനന്ദന്മാരും 6 വൃഷഭാനുമാരും ബന്ധുക്കൾ സഹിതം വൃന്ദാവനത്തിലേക്ക് യാത്രയായി. മുഴുവൻ ഗോപന്മാരും അവരുടെ സേവകന്മാരോടൊപ്പം വൃന്ദാവനത്തിൽ പ്രവേശിച്ച് വെവ്വേറെ കുടിലുകളുണ്ടാക്കി പലയിടത്തുമായി താമസം ഉറപ്പിച്ചു. വൃഷഭാനു സ്വന്തം ആവശ്യത്തിനായി വൃഷഭാനുപുരം, അതായത് ബർസാന എന്ന നഗരം ഉണ്ടാക്കി. അതിന് 4 യോജന, അതായത് 32 മൈൽ വിസ്താരമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതേട്ടോ, അത് കോട്ടയുടെ ആകൃതിയിൽ ആയിരുന്നു. അതിന് ചുറ്റും 7 പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. കോട്ടയ്ക്കകത്ത് വിശാലമായ സഭാമണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. അനേകം സരോവരങ്ങൾ ആ ദുർഗത്തിൻ്റെ ശോഭ വർദ്ധിപ്പിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മനോഹരമായ രാജമാർഗങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. 1000 കുഞ്ചങ്ങൾ ആ പുരിയുടെ ശോഭ വർദ്ധിപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദനഗരത്തിലും വൃഷഭാനുപുരത്തിലും ബാലകരോടൊപ്പം ബാലലീലകൾ ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് ഗോപാംഗനമാരുടെ പ്രീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ ഗോപന്മാരുടെയും സമാദരവിന് പാത്രമായ മനോഹര രൂപമുള്ള ശ്രീകൃഷ്ണനും ബലരാമനും പശുക്കുട്ടികളെ മേയ്ച്ച് നടക്കാൻ തുടങ്ങി. അവർ 2 പേരും ഗോപബാലകരോടൊപ്പം ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ പോയിട്ട് പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്നു. കാളിന്തിയുടെ അടുത്ത് അതിൻ്റെ പാവന പുളിനത്തിൽ ശോഭിക്കുന്ന നികുഞ്ചത്തിലും കുഞ്ചത്തിലും കൃഷ്ണനും ബലരാമനും ഓടി നടന്ന് കണ്ണുപൊത്തിക്കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണങ്ങൾ തേച്ചു പിടിപ്പിച്ച് വനത്തിൽ സാനന്ദം വിചരിക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ അരക്കെട്ടിൽ അരഞ്ഞാണത്തിൻ്റെ തടിച്ച നൂൽ ശോഭിക്കുമായിരുന്നു. കളിക്കുന്ന സമയത്ത് അവരുടെ കിങ്ങിണിയും ചിലങ്കയും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ബലരാമൻ നീലവസ്ത്രവും ശ്രീകൃഷ്ണൻ മഞ്ഞ വസ്ത്രവും ധരിക്കുക പതിവായിരുന്നു. അവർ 2 പേരും മാലകളാലും ഭുജബന്ധങ്ങളാലും ഭൂഷിതരായിരുന്നു. ചിലപ്പോൾ അവർ ബാലകരോടൊപ്പം കല്ല് കയറിൽ കെട്ടി അയക്കുകയും ഓടക്കുഴൽ വിളിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. കുറച്ച് ഗോപബാലന്മാർ അവരുടെ വായ കൊണ്ട് ചിലങ്കകളുടെ ധ്വനി ഉണ്ടാക്കുകയും ഓടുകയും കൃഷ്ണബലരാമന്മാർ പക്ഷികളുടെ നിഴലിനനുസരിച്ച് പോവുകയും ചെയ്യുക പതിവായിരുന്നു. അവർ തലയിൽ മയിൽപ്പീലിയും പുഷ്പങ്ങളും തളിരിലകളും ചൂടുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ കംസൻ അയച്ച വത്സാസുരൻ എന്ന ആ അസുരൻ വന്നു ചേർന്നു. എല്ലാം അറിയുന്ന പൊന്നുണ്ണിക്കണ്ണൻ ആ അസുരൻ്റെ അടുത്ത് ചെന്നു.
ഗോപബാലകന്മാരുടെ കൂട്ടത്തിൽ തൻ്റെ വാല് പൊക്കിക്കൊണ്ട് ആ അസുരൻ ഓടി നടക്കുകയായിരുന്നു. തൻ്റെ പിൻകാലുകൾ കൊണ്ട് പെട്ടെന്ന് ആ അസുരൻ കൃഷ്ണൻ്റെ ചുമലിൽ പ്രഹരിച്ചു. മറ്റുള്ള ഗോപബാലകന്മാർ പേടിച്ച് ഓടിപ്പോയെങ്കിലും കൃഷ്ണൻ വത്സാസുരൻ്റെ 2 കാലുകളും പിടിച്ച് കറക്കിക്കൊണ്ട് നിലത്തടിച്ചു. അതിനുശേഷം ഭഗവാൻ ആ അസുരനെ പൊക്കിയെടുക്കുകയും കബിദ്ധവൃക്ഷത്തിൽ അടിക്കുകയും ചെയ്തു. അതോടെ ആ ദൈത്യൻ മരിച്ചു. കൂട്ടത്തിൽ ആ വൃക്ഷവും മറിഞ്ഞു വീണ് മറ്റു വൃക്ഷങ്ങളെ നിലംപതിപ്പിച്ചു. അത്ഭുതകരമായ സംഭവമായിരുന്നു അത്. മുഴുവൻ ഗോപബാലന്മാരും ഭഗവാനെ അഭിനന്ദിച്ചു. ദേവന്മാർ ആകാശത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ജയജയാരവം മുഴക്കിക്കൊണ്ട് പുഷ്പങ്ങൾ വർഷിച്ചു. ആ ദൈത്യൻ്റെ വിശാല ജ്യോതി ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ അലിഞ്ഞു ചേർന്നു. ഇത് കേട്ടപ്പോൾ ബഹുലാശ്യ മഹാരാജാവ് ചോദിക്കുകയാണ്, ഇത് വളരെ ആശ്ചര്യകരം തന്നെയല്ലേ? അങ്ങനെ തന്നെ തോന്നുന്നു. കാരണം ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന വത്സാസുര രൂപധാരി പൂർവജന്മത്തിൽ ഏത് പുണ്യാത്മാവായിരുന്നു എന്ന് തനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിക്കുകയാണ്. അല്ലാതെ ഒരാൾക്ക് ഭഗവാനിൽ ലയിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ നാരദമുനി പറഞ്ഞു കൊടുക്കുകയാണ്, മുരന് പ്രമീളൻ എന്നു പേരായ ഒരു മകനുണ്ടായിരുന്നു. ആ അസുരൻ ദേവന്മാരെ പോലും കീഴടക്കിയിരുന്നു. ഒരു ദിവസം പ്രമീളൻ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ മുനിയുടെ ഹോമധേനുവായ നന്ദിനിയെ കാണാനിടയായി. ആ പശുവിനെ കിട്ടാനായി പ്രമീളൻ ബ്രാഹ്മണവേഷം ധരിക്കുകയും മുനിയെ സമീപിച്ച് പശുവിനെ യാചിക്കുകയും ചെയ്തു. മഹർഷി ദിവ്യദർശി ആയതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കുകയും മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ നന്ദിനി പശു തന്നെ സ്വയം ഉത്തരം പറഞ്ഞു. മുരൻ്റെ പുത്രനായ അസുരനാണ് നീ. മുനിയുടെ പശുവിനെ അപഹരിക്കാനാണ് നീ ബ്രാഹ്മണ വേഷം ധരിച്ചത്. അതിനാൽ നീ പശുക്കുട്ടിയായി തീരട്ടെ എന്ന് ശപിച്ചു. നന്ദിനി ഇത്രയും പറഞ്ഞതോടെ ആ അസുരൻ പശുക്കുട്ടിയായി മാറി. അപ്പോൾ ആ അസുരൻ മുനിയെയും നന്ദിനിയെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് തന്നെ രക്ഷിക്കൂ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ നന്ദിനി പശു പറഞ്ഞു, ദ്വാപരത്തിൻ്റെ അന്ത്യത്തിൽ കൃഷ്ണൻ്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുകയും അന്ന് മോക്ഷം കിട്ടുകയും ചെയ്യുമെന്ന്. ആ ശാപവും വരദാനവും കാരണമായി പരിപൂർണതമനും പതിത പാവനുമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനിൽ ദൈത്യനായ വത്സാസുരൻ അലിഞ്ഞു ചേർന്നു. ഇതിൽ വിസ്മയിക്കാൻ ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗർഗഭാഗവതം ഈ അധ്യായം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ആ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. നമുക്ക് ഒക്കെ ബാലലീലകൾ എല്ലാ കഥകളും അറിയാം അല്ലേ? പക്ഷേ ആ കഥകളിലുള്ള എല്ലാവരുടെയും പൂർവ്വചരിത്രം കൂടി നമുക്ക് ഈ ഗർഗഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓരോ കർമ്മത്തിൻ്റെയും ഫലമാണ് അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്നുകൂടി നമുക്ക് ഗർഗഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.